ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടാ നമ്മുടെ വിശേഷങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ലഞ്ചും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് സമാധാനമായിട്ട് പിന്നെ കിച്ചണിലേക്ക് കയറുന്നത്. വൈകുന്നേരത്തെ സ്നാക്കിനായിട്ട് കുറച്ച് തൂരപ്പരിപ്പ്, നമ്മുടെ സാമ്പാർ പരിപ്പ് ഉണ്ടല്ലോ, അത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അതൊന്ന് കഴുകി മാറ്റി പരിപ്പ് വടക്കാട്ടോ ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു പിടി ഞാൻ മുഴുവനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ ഈ അരച്ചെടുത്തിട്ട് മിക്സ് ചെയ്ത്, അത് പരിപ്പ് വടയ്ക്ക് ഒരു ഭംഗിയാണല്ലോ. മുളക് പൊടിയും ഉപ്പും കറിവേപ്പിലയും പെരിഞ്ചീരകവുമാണ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. നന്നായിട്ട് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തേ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കായപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്. നല്ല ഫ്ലേവർ അല്ലേ. അങ്കൂനൊരു കോഫി വേണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് ഇൻസ്റ്റന്റ് കോഫി പൗഡറും പഞ്ചസാരയും ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് പാല് തിളപ്പിച്ച് അങ്ങോട്ട് എടുത്തതേ ഉള്ളായിരുന്നു. ഒന്ന് നന്നായിട്ടൊന്ന് പതപ്പിച്ച് കൊടുക്കുക. അവന് നന്നായിട്ട് ആറണം. സാധാരണ കുറച്ച് ബൂസ്റ്റ് ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. ഇന്ന് കോഫി വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കോഫി കൊടുക്കാമെന്ന് വിചാരിച്ചു. ചിലപ്പം അവനങ്ങനെയാണ്. എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറയും. എപ്പോഴും ഒന്നും അങ്ങനെ പറയാറില്ല അവൻ. എന്നിട്ട് നമ്മുടെ പരിപ്പ് വട പെട്ടെന്ന് അങ്ങ് ചുട്ടെടുക്കുക കേട്ടോ. എണ്ണ ഒഴിച്ചു. പിന്നെ ഓരോന്ന് കൈവച്ചത് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ടു. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എണ്ണ പലഹാരത്തിന് നല്ല ക്ഷമ വേണം. പിന്നെ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കേണ്ടി വരും. ടീയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മെല്ലെ മെല്ലെ നീക്കിയൊക്കെ ഇട്ട് കൊടുത്ത്, അല്ലെങ്കിൽ അത് ശരിക്കും കരിഞ്ഞു പോയാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റേ പോകുമല്ലോ. നമ്മുടെ പരിപ്പ് കൂടെ അങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട്. അത് എടുത്ത് വെച്ചതിന് ശേഷം കുറച്ചും കൂടെ നിറം വരും കേട്ടോ. അപ്പം ഈ നിറത്തിൽ ഞാൻ എടുത്ത് പുറത്ത് വെക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ നല്ല നിറം കുറച്ചും കൂടെ വരും. അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോയാലോ. നമ്മുടെ പരിപ്പ് കൂടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ചധികം പരിപ്പ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം അങ്ങ് ചുട്ടെടുക്കാമെന്ന് വിചാരിക്കുന്നു. ആദ്യം വിചാരിച്ചു കുറച്ച് ഫ്രിഡ്ജിൽ വെക്കാമെന്ന്. ഞാൻ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് ചുട്ടെടുക്കുന്നത്. ഞാൻ നേരത്തെയും എൻ്റെ വ്ലോഗുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഏത് സാധനങ്ങൾ ഞാനിങ്ങനെ ഫ്രൈ ചെയ്തതിന് മുന്നേ ഒരു അരമണിക്കൂറെങ്കിലും ഫ്രീസറിലൊന്ന് വെച്ചിട്ടാണ് ഇടുന്നത്. അപ്പം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്ന്. അപ്പം പരിപ്പോടെയും ഞാൻ അങ്ങനെ തന്നെ ചെയ്തിട്ടാണ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ ഒരുവിധം ഒതുക്കി കഴിഞ്ഞു. പിന്നെ നമ്മുടെ CC പ്ലാന്റിൻ്റെ ഒരു കമ്പ് നന്നായിട്ട് ഉണങ്ങി. ഞാനത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ലൈറ്റ് ഇട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് കാണിക്കാം. നന്നായിട്ട് അത് ഉണങ്ങി. ഇനി അത് വെച്ചിരുന്നിട്ട് കാര്യമില്ല. മറ്റതും കൂടെ അത് ഉണക്കും ചിലപ്പോൾ. അപ്പം ഞാൻ കത്രിക വെച്ച് ചെറുതായിട്ടൊന്ന് വെട്ടി മാറ്റുക. ഇനി 2 കൊപ്പും കൂടെ ഉള്ളൂ. ഇതെങ്കിലും നന്നായിട്ട് നിൽക്കണേ. തുണി കഴുകിയിട്ടതെല്ലാം നന്നായിട്ട് ഉണങ്ങി. അപ്പോൾ അതും കൂടെ ഒന്ന് പറക്കിയിടാന്ന് വെച്ചു. നല്ല വടി പോലെ ഇപ്പോൾ തുണികളൊക്കെ കിട്ടുന്നത്. ഒരുപാട് നമ്മൾ വെയിലത്തിട്ടാലും നമ്മുടെ തുണിയൊക്കെ നരച്ചു പോകും. ഡിന്നറിന് ഇഡ്ഡലി ആട്ടോ. ഈ ചൂടും പിടിച്ച് ശരിക്കും ഒരുപാട് മസാലയുള്ള കറികൾ കഴിക്കുന്നതിനെ കാട്ടി ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കുന്നതായിരിക്കും നമ്മുടെ വയറിന് നല്ലത്. ഞാൻ എന്തായാലും മാവ് ഇപ്പോൾ പെട്ടെന്ന് അരച്ച് വെക്കും തീരും തോറും. കാരണം ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാമല്ലോ. ഇഡ്ഡലിയോ ദോശയോ കാണും. വെളുത്തുള്ളി ചമ്മന്തിയാണ്. തേങ്ങയിൽ മുളക് പൊടിയും വെളുത്തുള്ളിയും കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ടൊന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡിന്നർ ഇഡ്ഡലിയും ചട്നിയും റെഡിയാക്കി വെച്ചു. അങ്കിത്തിൻ്റെ രാക്കയും കയറി വരിക. ശരിക്കും രാക്കെ കുറച്ച് സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുകളിലോട്ട് കയറ്റാൻ വേണ്ടി അങ്കുനെ വിളിച്ച് പിന്നെ അവൻ താഴോട്ട് പോയിട്ട് കൊണ്ടുവരിക. അച്ഛൻ്റെ ബാഗാ തോളി കിടക്കുന്നത്. കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റവും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാട്ടോ. ഇപ്പം മാംഗോ സീസൺ ആണല്ലോ. മാങ്ങ, പഴം, തണ്ണിമത്തൻ, കുറച്ച് കേക്ക്, തൈര്, പിന്നെ പീച്ച് എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാ. ഇതും കേക്കാണ് അവന്. അത് അവിടെ അതിനകത്ത് ഇതുകൊണ്ട് അവിടെ അതുകൊണ്ട് ആ മാങ്ങയുടെ വെട്ടിയുടെ മുകളില്. പിന്നെ വേറെന്തോ കൂടെ വാങ്ങിച്ചല്ലോ. അപ്പോൾ നമ്മുടെ കുട്ടി ആപ്പിൾ പോലെ ഇരിക്കുന്ന പീച്ച് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ കിട്ടും. ഇത് നമ്മുടെ പ്ലംസിന്റെ അകഭാഗം പോലെ ഇരിക്കും. പക്ഷെ തൊലി കുറച്ച് കയ്പാ. പിന്നെ പനീർ, തൈര്, ബ്രെഡ്, ചൂടിനെ ബീറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും.
നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് അങ്കിത്തിന്റെ സ്കൂൾ ടിഫിനാട്ടോ. കുറച്ച് വെജിറ്റബിൾ ബിരിയാണി തലേ ദിവസം ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് മൈക്രോവേവിൽ വെച്ച് ചൂടാക്കി അതാ കൊടുത്തു വിടുന്നത്. കൂടെ കുറച്ച് തൈരും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അവന് റൈസ് ഐറ്റംസ് അത്ര ഇഷ്ടമല്ല കൊണ്ടുപോകാൻ. പക്ഷെ ഞാൻ ഇത് ഇങ്ങനെ ഞാൻ പറഞ്ഞു ഒരു ദിവസമെങ്കിലും കൊണ്ടുവന്ന് കഴിച്ചു നോക്ക്, നല്ലതാണെങ്കിൽ അമ്മ ഇനി തന്നയക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ സാധാരണ പോലെ പൊറാട്ടയോ ബ്രെഡോ ദോശയോ അങ്ങനെയൊക്കെ ഉള്ളത് തരാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു പഴവും കൂടെ ഫ്രൂട്ട്സ് ബേക്കിന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അലുമിനിയം ഫോയിലിൽ പൊതിഞ്ഞാൽ അത് വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. നമ്മുടെ ബിരിയാണി ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇത് മെല്ലെ ടിഫിനിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കുറേ ഇട്ടതായിരുന്നു. അപ്പോൾ അവൻ്റെ ടിഫിൻ ഡേ പാക്ക് ചെയ്തിട്ടുണ്ട്. ബിരിയാണിയും തൈരും പഴവും പിന്നെ വെള്ളം ഒഴിച്ചു. അങ്കുദേ പോകാനിറങ്ങി. തലേദിവസം രാത്രി നമ്മുടെ റയാൻ കുട്ടന്റെ ഹർഷയുടെ റൂപന്റെ മോനുണ്ടല്ലോ, അവന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ 12 മണിക്ക് ഞാനും രാക്കയും പോയി കേക്ക് മുറിച്ചു. ഇവൻ ഉറങ്ങിപ്പോയി അങ്കു. ഞങ്ങൾ രണ്ടുപേരും ഇവനെ പൂട്ടിയിട്ടിട്ട് പോയി കേക്ക് മുറിച്ചിട്ടാ വന്നേ. അവനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഉറങ്ങിയാ ഞങ്ങൾ വിളിക്കത്തില്ലെന്ന്. അപ്പൊ അവൻ അറിയായിരുന്നു. അങ്ങനെ അടുത്ത ആളും ദേ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. രാക്കയെ ഓഫീസിലേക്ക് പോകാൻ റെഡിയായി. ഇതും രാക്കയുടെ ഒരു യൂണിഫോം ആട്ടോ. ഇതുപോലത്തെ ഒരു വൈറ്റ് ടീഷർട്ടും ഉണ്ട്. ഫ്രൈഡേസിൽ ഇതിട്ടോണ്ട് പോവാം, അല്ലെങ്കിൽ മറ്റേ ഷർട്ടാണല്ലോ. പിന്നെ വൈറ്റ് യൂണിഫോമും ഉണ്ട്, പിന്നെ ഒരു വൈറ്റ് ഷർട്ട് ഉണ്ട്. അപ്പോൾ ഒരു ദിവസം ഉണ്ട് അവർക്ക് അതിനനുസരിച്ച് ഇങ്ങനെ ഇട്ടോണ്ട് പോവാം. തലേദിവസം കൊണ്ടുവന്നതേ നമ്മുടെ പീച്ച് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഒരു കുട്ടി ആപ്പിൾ പോലെ ഇരിക്കുന്നില്ല, ഇതിന്റെ തൊലിക്ക് ഭയങ്കര കട്ടിയാട്ടോ, കുറച്ച് കയ്പും ഉണ്ട്. അതൊന്ന് മാറ്റിയിട്ട് കഴിക്കുന്നതായിരിക്കും നല്ല പിള്ളേർക്ക് കൊടുക്കാൻ. അങ്കൂന് ഇഷ്ടപ്പെട്ടില്ല. അകം നല്ല മധുരമാണ്. ശരിക്കും നമ്മുടെ പ്ലംസ് ഇല്ലേ അതുപോലെയാണ് അകം, പുറം പക്ഷെ കയ്പാണ് തൊലി. അത് ഇളക്കാനും കുറച്ച് ബുദ്ധിമുട്ടാ. നടുക്കായിട്ട് നമ്മുടെ പ്ലംസിന്റെ ഒക്കെ പോലത്തെ ഒരു കുരുവും ഉണ്ട് കേട്ടോ. നമ്മുടെ ലോക്ക് കേടായിരുന്നില്ലേ, അത് മാറ്റാനായിട്ട് കാർപ്പന്റേഴ്സ് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ വ്ലോഗിൽ കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ച വീഡിയോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കട്ട്ലറ്റ് ബാക്കി ഞാൻ സ്റ്റോർ ചെയ്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ചധികം ഉണ്ടായിരുന്നു. അതെന്തായാലും ഒന്ന് പൊരിച്ചെടുക്കാന്ന് വെച്ച് അത് ഇന്നങ്ങ് പൊരിച്ചെടുക്കുകയാണ്. അങ്കു സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഞാൻ ബനാന സ്മൂത്തിയും കട്ട്ലറ്റും കൊടുത്ത കേട്ടോ. എന്നിട്ട് അവനെ ട്യൂഷന് വിട്ടത്. പഴവും ബൂസ്റ്റും തണുത്ത പാലും കൂടെ മിക്സിയിൽ അടിച്ചെടുത്തതേ സ്മൂത്തി റെഡി. നമ്മുടെ ഹർഷയുടെ റൂബന്റെ മോൻ റയാന്റെ ബർത്ത്ഡേ ആയിരുന്നെന്ന് പറഞ്ഞല്ലോ. തലേദിവസം ഞങ്ങൾ കേക്ക് മുറിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് നൈറ്റ് ഡിന്നർ പാർട്ടി ഹർഷയുടെ വകയാ. കോഫി ഹൗസിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ വീട്ടിൽ പോയി നമ്മൾ എല്ലാവരും കൂടെ കഴിക്കും. റൂബന് ഷിഫ്റ്റാണ്. റൂബൻ ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയറാ. 9 മണി കഴിഞ്ഞിട്ടേ റൂബൻ വരത്തുള്ളൂ. അപ്പോൾ ഹർഷയും ഞാനും രാക്കയും കൂടെ അതേ കോഫി ഹൗസിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഫുഡ് വാങ്ങാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കോഫിയും കൂടെ കുടിക്കാന്ന് വെച്ചു. അങ്കുവും റയാനും വീട്ടിലോട്ട് കേട്ടോ. പറഞ്ഞായിരുന്നോ? 3 ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു കോഫി ഹൗസിലെ എംപ്ലോയീസ് എല്ലാം സൗത്ത് ഇന്ത്യൻ ആട്ടോ, കൂടുതലും മലയാളീസ് ആണ്. അപ്പൊ നമുക്ക് ഒരു കേരളത്തിലെ കോഫി ഹൗസിൽ വന്നൊരു ഫീലാണ് ഇവിടെ. പക്ഷെ ടേസ്റ്റ് ഫുഡിനെയൊക്കെ നോർത്ത് ഇന്ത്യൻ ടച്ച് ഉണ്ട്. ദോശക്കൊക്കെ ഇവിടുത്തെ ഒരു ടേസ്റ്റ് തന്നെയാണ്. നമ്മുടെ നാട്ടിലെ പക്ക ടേസ്റ്റ് ഒന്നുമില്ല. കോഫിയും അതുപോലെ നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് ഒന്നും ഇവിടെ കിട്ടത്തില്ല. അങ്ങനെ അതെ ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ച് സാധനമൊക്കെ ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാ. ശരിക്കും ഹർഷ ഉള്ളതുകൊണ്ട് എനിക്ക് ഒത്തിരി സമാധാനം കേട്ടോ. കാരണം നമുക്ക് മിണ്ടിയും പറഞ്ഞും ഒക്കെ ഇരിക്കാൻ ഒരാളാണല്ലോ മലയാളത്തില്. റൂബൻ ഷിഫ്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ, 3 ഷിഫ്റ്റാ. അപ്പോൾ റൂബൻ ഇല്ലാത്ത സമയത്തൊക്കെ നമ്മുടെ കൂടെ തന്നെയാ ഹർഷ. ശരിക്കും നമ്മുടെ വീട്ടിലൊരു അംഗം തന്നെയാ ഇപ്പോ. പുള്ളിക്കാരി തിരിച്ചു പോകുമ്പോ ഒരു വിഷമമാണ്. ഇതാണ് റൂബൻ ട്ടോ, ഹർഷയുടെ ഹസ്ബൻഡ്. വേണ്ട റയാൻകുട്ട ഓടി വരുന്നുണ്ട്.
കുറേ സാധനങ്ങൾ എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചില്ലി ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, ചില്ലി ഗോബി ഓർഡർ ചെയ്തിട്ടുണ്ട്, പിന്നെ ചിക്കൻ്റെ തന്നെ വേറെ 65, ഒരു പെപ്പർ ചിക്കൻ തന്നെയാണ് കൂടുതലും, ഗോബി മാത്രമേ ഉള്ളൂ വെജിറ്റേറിയൻ, പിന്നെ എഗ് ബിരിയാണി, റൊട്ടി, ഇതൊക്കെ തന്നെ ഞങ്ങൾക്ക് ധാരാളമാണ്. ഇത് തലേദിവസം റയാൻകുട്ടന്റെ ബർത്ത്ഡേക്ക് രാത്രി 12 മണിക്ക് കേക്ക് മുറിച്ചതാട്ടോ. അപ്പൊ ഹർഷ ഒരു 11:45 വിളിച്ച് ചേച്ചി വരുന്നുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ ഞാനും രാക്കെ എന്തായാലും പോയി. അങ്കു സുഖായിട്ട് ഉറങ്ങുമായിരുന്നു. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.